എനിക്ക് പറയാൻ ആഗ്രഹിക്കാത്ത കുറേ മെസ്സേജ്, അതായത് കുറേ ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. എനിക്ക് അതിന് റിപ്ലൈ തരാൻ എനിക്ക് താല്പര്യമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയണ്ടേ, ഈ ചെളി വാരി എറിയുന്നുണ്ട്. എനിക്കതിനോട് പറയാനൊന്നുമില്ല. പറയുന്നത് പെർഫെക്റ്റ് ആയിട്ടുള്ള ആൾക്കാരല്ല, എല്ലാം തികഞ്ഞവരല്ല, അത്രയേ ഉള്ളൂ. ബിഗ് ബോസ് സീസൺ 7 മത്സരാർത്ഥികളിൽ ഭൂരിഭാഗം ആളുകളും ഇപ്പൊ തന്നെ ഏകദേശം ഒന്ന് രക്ഷപ്പെട്ടിരിക്കുകയാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ യോജിക്കുമോ? കഴിഞ്ഞ സീസൺ 6 മത്സരാർത്ഥികളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം എല്ലാവരും ഒന്ന് രക്ഷപ്പെട്ട് തന്നെ നിൽക്കുകയാണ്. സാബുമാനെ നോക്കിക്കോ, സാബുമാന്റെ യൂട്യൂബ് ചാനലൊക്കെ ഗംഭീരമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സീസൺ നടക്കുന്ന സമയത്ത് അത്ര വലിയ വ്യൂസ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല സാബുമാന്റെ ചാനൽ പോയി നോക്കിയ സമയത്ത്. ഇപ്പൊ ഗംഭീരമായിട്ട് കത്തിക്കൊണ്ടിരിക്കുക സാബുമാന്റെ ചാനൽ. അനീഷേട്ടൻ, പുള്ളിയുടെ ജീവിതം മാറി. അനുമോള് പണ്ടേ ഒരു സെലിബ്രിറ്റിയാണ്, ഇപ്പൊ കുറച്ചും കൂടെയൊക്കെ ഇനാഗ്രേഷനൊക്കെ വന്നു, ഗംഭീരമായിട്ട് പോകുന്നു. രേണുസുതി ഒന്ന് നോക്കിക്കേ നിങ്ങൾ, ഏത് ലെവലിലാ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ചേച്ചിയുടെ നാക്ക് ചേച്ചിക്ക് വീണ്ടും പണിയാവാതിരുന്നാൽ മതി. കാരണം ഇറങ്ങിയതിന് ശേഷം കുറച്ച് ക്വാളിറ്റി ഒക്കെ ഉണ്ടായിരുന്നു സംസാരത്തിൽ, പക്ഷെ വീണ്ടും അത് പോയോ എന്നൊരു സംശയം. എന്താണെങ്കിലും അവരുടെയും ജീവിതം നല്ല രീതിയിൽ പച്ച പിടിച്ചിട്ടുണ്ട്. ഓരോരുത്തരെ നിങ്ങൾ എടുത്ത് നോക്കിയോ. ഈ RJ ബിൻസി തന്നെ അത്യാവശ്യം യൂട്യൂബ് ചാനലിൽ വ്യൂസ് ഒക്കെ ഉണ്ട് ചേച്ചിക്ക്. കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂ പറയുന്നത് കേട്ടു 99,000 ആയെന്നൊക്കെ. 99,000 അത്രയൊന്നും ആയിട്ടില്ല, അത് കുറച്ച് കൂട്ടിയതാണ്. 93 94 ഒക്കെ ആയിട്ടുണ്ട്. എന്താണെങ്കിലും സീസൺ കഴിഞ്ഞതിന് ശേഷം തോന്നുന്നു അവർ യൂട്യൂബിൽ ആക്റ്റീവ് ആയത്. അവർ പോലും ഒന്ന് ക്ലച്ച് പിടിച്ചിട്ടുണ്ട്. കഴിഞ്ഞ സീസണിലെ ആൾക്കാരെ നിങ്ങളൊന്ന് നോക്കിക്കേ. റസ്മിൻ ബായി ഒക്കെ ഇപ്പോഴും എന്തിനോ വേണ്ടി കിടന്ന് തളച്ചോണ്ടിരിക്കുക. എന്തിനാണെന്ന് എനിക്കറിയത്തില്ല. എന്താണെങ്കിലും അതൊന്ന് പോട്ടെ, അതൊക്കെ പോട്ടെ, അതൊന്നും നമ്മൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പിന്നെ ഒന്ന് പറഞ്ഞു തുടങ്ങണമെന്ന് എനിക്ക് തോന്നിയടേ. അത് പറഞ്ഞു തുടങ്ങാൻ കാരണം ഇന്നലെ അനുമോളുടെ ലൈവ് ഉണ്ടായിരുന്നു. രാത്രി 8 മണിക്ക് അനുമോൾ ലൈവിൽ വന്നിട്ടുണ്ടായിരുന്നു. കുറേ ചോദ്യങ്ങൾക്ക് ഉത്തരം തന്നു. കുറേ ചോദ്യങ്ങൾക്കൊന്നും അനുമോൾ ഉത്തരം കൊടുത്തിട്ടില്ല. ഉത്തരം കൊടുക്കേണ്ട കാര്യമില്ല, അത് വേറൊന്നും കൊണ്ടല്ല. അനുമോൾ അതിന് ഉത്തരം കൊടുത്തു കഴിഞ്ഞാൽ ചില ആൾക്കാരെ അത് ബാധിക്കും, നല്ല കനത്ത രീതിയിൽ തന്നെ ബാധിക്കും. സത്യം പറഞ്ഞാൽ അനുമോൾ പല ആൾക്കാരെയും ഇന്നലെ രക്ഷപ്പെടുത്തി വിട്ടു. ഈ അനുമോളെ സീസൺ കഴിഞ്ഞ് പുറത്തിറങ്ങിയതിന് ശേഷം പിന്നെ കുത്തുന്ന ചില ആൾക്കാരുണ്ടല്ലോ. ശൈത്യം ഒന്ന് പുറത്തിറങ്ങിയതിന് ശേഷം വാ തുറക്കുന്ന കണ്ടില്ല. ശൈത്യം പ്രത്യേകിച്ച് വായൊന്നും തുറക്കണ്ട. ശൈത്യ ആ ഒരു ഫിനാലെ ദിവസം ശൈത്യയുടെ മുഖത്തിൽ നിന്ന് ജനങ്ങൾക്ക് എല്ലാം മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ശൈത്യനി വാ തുറക്കണ്ട. പക്ഷെ ഈ RJ ബിൻസിയെ പോലുള്ളവർ പുറത്തിറങ്ങിയിട്ടും കോണ മറ്റേ ചെളിവാരി എറിയുന്ന ഒരു പ്രവൃത്തി ഉണ്ടല്ലോ, അതിനുള്ള തക്കതായിട്ടുള്ള ഒരു മറുപടി അനുമോൾ ഇന്നലെ പറയുന്നത് കേട്ടു. അതായത് അവരെ തിരിച്ച് കല്ലുവാരി എറിയുവോ ചെളിവാരി എറിയുവോ ഒന്നും ചെയ്തിട്ടില്ല, വളരെ റൈറ്റായിട്ട് പറഞ്ഞങ്ങ് വിട്ടു. അത്രയും മതി. എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ അത് മതി. ഇതിൽ കൂടുതൽ അനുമോൾ ഇനി ഒന്നും പറയണ്ട, അവിടെ തീരട്ടെ. കാരണം അപ്പുറത്ത് നിൽക്കുന്ന ആൾക്ക് നല്ല ഒന്നാം തരം പുച്ഛമാണ് അനുമോൾ കൊടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. അയ്യേടി ബിൻസി, നീ ഇത്രയും കിടന്ന് കുറച്ചിട്ട് ദേ നൈസായിട്ട് പൊടി എന്നും പറഞ്ഞു വിട്ടു. ആ ഒരു ഫോമാണ് എനിക്ക് കിട്ടിയത് കേട്ടോ. ആ ഒരു ഫ്ലോയാണ് എന്നിലേക്ക് വന്നത് അനുമോളുടെ ആ ഒരു സംസാരം കേട്ടപ്പോഴത്തേക്ക്. അത് മതി. ബിൻസിക്കൊക്കെ ഇതിൽ കൂടുതൽ മറുപടി കൊടുക്കേണ്ട കാര്യമില്ല. കാരണം ബിൻസി ചലച്ചോണ്ടിരിക്കും. എനിക്കൊരു ഒരു കൺസേൺ എന്ന് പറയുന്ന ഒരു സാധനം മതി ബിൻസിയുടെ കാര്യത്തിൽ. അത് വേറൊന്നുമല്ല, നല്ല സൗണ്ടാണ് ബിൻസിയുടെ. ആ സൗണ്ടിനെ മിക്കവാറും ജനങ്ങൾ വെറുക്കും. ഇങ്ങനെ പോയാൽ ഇനിയും കയറിയിരുന്ന് കുത്താൻ നിന്ന് കഴിഞ്ഞാൽ സീസൺ കഴിഞ്ഞു. ഇറങ്ങിയതിന് ശേഷം ബിൻസിയുടെ ഉള്ളിലെ കുശുമ്പൊക്കെ നല്ല രീതിയിൽ നമ്മൾ കണ്ടല്ലോ. എന്താണെങ്കിലും നമുക്ക് അനുമോള് ഇന്നലത്തെ ലൈവിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ, പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. പിന്നെ നമ്മുടെ ആദില നൂറ കേസ് ഒന്ന് സംസാരിക്കാനുണ്ട് കേട്ടോ. പിന്നെ ശൈത്യയെ പറ്റിയിട്ടും ഒരു കാര്യം പറയാനുണ്ട്. നമുക്ക് ഫസ്റ്റ് അനുമോളിൽ നിന്ന് തന്നെ അങ്ങോട്ട് തുടങ്ങാം. അപ്പോൾ ഈ ക്ലിപ്പ് കണ്ടോ. പിന്നെ എല്ലാ മനുഷ്യർക്കും എന്താ പറയണ്ടേ, ഇമോഷൻ ഉണ്ട്, അതുകൊണ്ട് കരയും. പിന്നെ ദേഷ്യം വന്നാൽ ദേഷ്യപ്പെടും, സങ്കടം വന്നാൽ കരയും അല്ലേ. അതൊക്കെ ഇത്രയേ ഉള്ളൂ കാണിക്കുന്നത്. ആരും 1000 രൂപയൊക്കെ ഇട്ടിരിക്കുന്നു, വീണ്ടും നിശ്ചയൊക്കെ ഇട്ടിരിക്കുന്നു. എന്റെ പൊന്നെ, ഇതാരെ വരുന്നേ നോക്കിയ ദേവന. എന്റെ പൊന്നെ, ഞാൻ ഈ ദൈവ എന്താ അത് ഞാൻ ആണോ? ഓക്കെ, നിനക്ക് ഒരു മിനിറ്റ് ദയവ് ചെയ്ത് എൻ്റെ അക്കൗണ്ടിൽ ഇങ്ങനെ കാശൊന്നും ഇടരുത് കേട്ടോ. ഞാൻ അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരിക്കലും ഞാൻ ഓഫ്ലൈൻ ഒരിക്കലും ആരും ഇടരുത്. മൂവി ഉടനെ കാണുമോ? ഏത് മൂവി? അനുമോളെ ആ സൂപ്പർ ചാറ്റ് അങ്ങ് ഓഫ് ചെയ്തിട്ടാൽ മതി കേട്ടോ. അല്ല, അത് നിങ്ങളുടെ ഭാഗത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, അത് ചെയ്തിടുക. പിന്നെ ജനങ്ങളോട്
എടേ എന്തിന്റെ കാര്യം ഇവിടെ? എന്തിനാണ് വെറുതെ ഈ സൂപ്പർ ചാറ്റ് ചെയ്യുന്നതിന്റെ അല്ലെങ്കിൽ പൈസ കൊടുക്കുന്നതിന്റെ ഒരു മെയിൻ കാരണം കണ്ടല്ലോ. പൈസ കൊടുക്കുമ്പോഴത്തേക്ക് അവിടെ വൃത്തിക്ക് ഇങ്ങനെ കാണിക്കും അയാളുടെ മെസ്സേജ്, അതിന് വേണ്ടിയിട്ടാണ്. ബാക്കിയൊക്കെ ഇങ്ങനെ സ്ക്രോൾ ആയി പോകുമല്ലോ. അങ്ങനത്തെ പരിപാടിയൊന്നും ചെയ്യില്ലേ. എന്തിനാ വെറുതെ നിങ്ങളുടെ കയ്യിരിക്കുന്ന കാശ് കളയുന്നത്? അല്ല, നിങ്ങൾക്ക് കാശ് കളയണമെന്നാണെങ്കിൽ നിങ്ങൾ ചെയ്തോ കേട്ടോ. ഇനി ഞാൻ പറഞ്ഞതിന്റെ പേരിലൊന്നും വേണ്ട. പക്ഷെ ആ കൊച്ചിനും അതിന്റെ ആവശ്യമില്ല. അവള് പറഞ്ഞു കേട്ടില്ലേ, എന്തിനാ വെറുതെ പൈസ ഇടുന്നത്? ആവശ്യത്തിനുള്ള പൈസയൊക്കെ അതിന് കിട്ടിയിട്ടുണ്ട്. പിന്നെ വെറുതെ നിങ്ങളെ കൈ ഇത്ര അങ്ങോട്ട് ഭ്രാന്ത് പിടിപ്പിക്കരുത് സ്വന്തം തലയ്ക്ക്, മനസ്സിലായോ? ഫാനിസം തലയ്ക്ക് കയറി. ഞാൻ ആദ്യം തൊട്ട് പറയുന്നതാ, ഇങ്ങനത്തെ പരിപാടിയുടെ ഒന്നും ആവശ്യമില്ല. അത് തന്നെ പറഞ്ഞു, അയ്യോ ഇങ്ങനെ പൈസയൊന്നും ഇടല്ല, ഞാൻ ലൈവ് കട്ട് ചെയ്തിട്ട് പോകും. അതിന്റെ ആവശ്യമില്ല. അത് പിന്നെ അതിന് പണിയായിട്ട് മാറും. ചിലപ്പോൾ ആവശ്യമില്ലാതെ ഇങ്ങനെ കുറെ പൈസ അക്കൗണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഒരു പണിയും ചിലപ്പോൾ കാണും. അതുകൊണ്ടായിരിക്കും അവൾ പറയുന്നത്. ചിലപ്പോൾ നല്ല മനസ്സ് ഉദ്ദേശിച്ചിട്ട് തന്നെ ആയിരിക്കാം. അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ആവശ്യമില്ല. ഇപ്പോൾ നിങ്ങൾ വോട്ട് കുത്തി അവളെ ജയിപ്പിച്ചു, മനസ്സിലായോ? ഇനി അതിന് പൈസയുടെ അതിന്റെ ആവശ്യമില്ല. അതിനാവശ്യത്തിനുള്ള പൈസ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്, എൻ്റെ മനസ്സിൽ ഇപ്പോൾ അത് തോന്നി. ചില ആളുകൾ അതിനെ തെറ്റിദ്ധരിച്ചേക്കാം. റസ്മിൻ ബായിയുടെ കേസ് മാത്രം ഞാനതിനെ പിടിച്ചിട്ടേന്ന്. റസ്മിൻ ബായിയുടെ മാത്രമൊന്നും അല്ല കേട്ടോ. അതായത് അവർ മാത്രം ക്ലച്ച് പിടിച്ചില്ല, അവർ ക്ലച്ച് പിടിക്കാൻ ഒരുപാട് കിടന്ന് കഷ്ടപ്പെടുന്ന ഞാൻ കാണുന്നുണ്ട്. അതുകൊണ്ട് അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. അവരുടെ ആ ഒരു കഷ്ടപ്പാട് കാണുമ്പോഴത്തേക്ക് അതിനുള്ള റിട്ടേൺസ് ഒരു തിരിച്ചൊന്നും കിട്ടുന്നില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഒരു സങ്കടം എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. വേറെയും പല ആളുകൾ ഇപ്പം ചപ്രികളാണെങ്കിൽ പോലും എന്തോ സിനിമയോ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു കഴിഞ്ഞ സീസൺ ലാസ്റ്റ് ഇറങ്ങുന്ന സമയത്ത്. പക്ഷെ അതിനെപ്പറ്റി ഒന്നും നമുക്കൊരു അറിവുമില്ല. പിന്നെ വേറെ കുറെ ചേട്ടന്മാർ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, നമ്മളെ പോലുള്ള ചില ആൾക്കാർ ഇത് കുറ്റം പറയുന്ന കാണുന്നുണ്ട്. അത് കാണുമ്പം ഞാൻ ഇടയ്ക്കൊന്ന് ആലോചിച്ചിട്ടുണ്ടായിരുന്നു, ഇദ്ദേഹത്തിന് എന്നാൽ ചെയ്ത് കാണിക്കാൻ പാടില്ലായിരുന്നോ? കഴിഞ്ഞ ഈ സീസണിലെ ഒരാളെയും പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ല. ആരെ പറ്റിയാ പറയുന്നതെന്ന് അറിയാലോ? ഞാനപ്പോൾ ഒരു നിമിഷം ആലോചിച്ചു, എന്നാൽ പിന്നെ ഇദ്ദേഹത്തിന് ലൈക്ക് കഴിഞ്ഞ സീസൺ ഒരു അവസരം കിട്ടിയതല്ലേ, എങ്ങനെയാവണം ഒരു കണ്ടസ്റ്റന്റ് എന്ന് കാണിച്ചു തരാൻ മേലായിരുന്നോ ജനങ്ങൾക്ക്? അതും ചെയ്തില്ല. അവിടെ പോയി എന്തായിട്ടാ തിരിച്ചു വന്നത് നമ്മൾ കണ്ടതാ. അപ്പൊ പിന്നെ ഈ മറ്റുള്ളവരെ ഇങ്ങനെ പറയുന്നതിനകത്ത് നമുക്കൊന്നും ഒരു ചാൻസ് കിട്ടിയിട്ടില്ലല്ലോ. ചിലപ്പോൾ ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഭൂലോക തോൽവിയായിരിക്കും, അത് വേറെ കാര്യം. അപ്പൊ പിന്നെ മിണ്ടാതിരിക്കുക, മനസ്സിലായില്ലേ? ആ ഗെയിമിനെ ഗെയിമായിട്ട് അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കാവുന്ന സപ്പോർട്ടൊക്കെ കൊടുത്തങ്ങ് നിൽക്കുക. ഇത് എല്ലാവരെയും ഒരാളുടെയും ഗെയിം ശരിയല്ല. എന്നാ പിന്നെ ഞാനപ്പോ ആലോചിച്ചു, എന്നാ പിന്നെ കളിച്ച് കാണിക്കാൻ മേലായിരുന്നോ? അപ്പൊ പിന്നെ നമുക്ക് പറയായിരുന്നു, ഇതാണ് ഗെയിം, ഇതാണ് സൂപ്പർ എന്ന് പറയായിരുന്നു. അതൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചായിരുന്നു. പക്ഷെ ഒന്നും കണ്ടില്ലായിരുന്നു. അപ്പൊ പിന്നെ ഈ പറയുന്നതിനകത്ത് എനിക്കറിയത്തില്ല എന്താ അതിന് റിപ്ലൈ കൊടുക്കണ്ടേന്ന്. ഒന്നും പറയാനില്ല. നമുക്ക് അനുമോള് പറയുന്ന ബാക്കി കേൾക്കാം. ചെയ്യുന്നുണ്ട്, ചെയ്യാം. ഓക്കെ ഓക്കെ. ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. അത് എല്ലാവരും ഹായ് ഹായ് എന്നാണ് അയക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് പറയാൻ ആഗ്രഹിക്കാത്ത കുറേ മെസ്സേജ്, അതായത് കുറേ ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. എനിക്ക് അതിന് റിപ്ലൈ തരാൻ എനിക്ക് താല്പര്യമില്ല. നല്ല കാര്യം. ശൈത്യയുടെയൊക്കെ പേരറിയാതെ ഇങ്ങനെ വന്നു പോകുന്നുണ്ടല്ലോ. വേറെ ഒന്നുമല്ല, ആൾക്കാർ ചോദിക്കും. അനുമോളെടുക്കുക എന്താണെങ്കിലും ചോദിക്കും ശൈത്യയെ പറ്റി. പക്ഷെ അനുമോളുടെ ഒരു സൈലൻസ് ഉണ്ട്. അതാണ് ശൈത്യക്കുള്ള മറുപടി, മനസ്സിലായല്ലേ? ശൈത്യ മാത്രമല്ല, എനിക്ക് തോന്നുന്നു പുറത്തിറങ്ങിയിട്ട് ശൈത്യ വാ തുറന്നിട്ടില്ല. ശൈത്യ ചെന്നൈയിൽ നിന്ന് തന്നെ ഓടി ഒളിച്ചു കളഞ്ഞു. കാരണം വന്നു കഴിഞ്ഞ് നേരെ മീഡിയക്കാരുടെ ഫ്രണ്ടിൽപ്പെടുമെന്ന് അറിയാം. കുറെ ദിവസത്തിന് ശേഷമാണ് ശൈത്യ ഇപ്പൊ എത്തിയെന്ന് തോന്നുന്നു നാട്ടിൽ. ഇപ്പൊ എത്തിയിട്ടുണ്ട് നാട്ടിൽ. എന്താണെങ്കിലും ആരുടെയും കണ്ണിപ്പെടാതെ നൈസായിട്ട് ഒളിച്ചു പാത്ത് വീട്ടിൽ വന്ന് കയറി. ഇനി കുറച്ചു കാലം കഴിയുമ്പോഴേ ഇറങ്ങത്തുള്ളൂ, അല്ലാതെ ഇറങ്ങാൻ പറ്റത്തില്ലല്ലോ. ഇനിയും വന്ന് വാ തുറന്നു കഴിഞ്ഞാൽ നല്ല ചാണകത്തിന് ഏറ് കിട്ടും, മനസ്സിലായില്ലേ? കാരണം കണ്ടു, ജനങ്ങൾ വൃത്തിക്ക് കണ്ടതാണ്. അതിനെ വെളുപ്പിക്കാനൊന്നും ശൈത്യനി ഇറങ്ങരുത് പ്ലീസ്. അത്രേ എനിക്ക് പറയാനുള്ളൂ. എന്താണ് നിങ്ങളുടെ മനസ്സിനുള്ളിൽ, അത് നിങ്ങളെ മാത്രം കുറ്റം പറയാൻ പറ്റത്തില്ല. ഒട്ടുമിക്ക ആൾക്കാർക്കും ഒരു ചെറിയൊരു സാധനം പൊള്ളും അകത്ത്, മനസ്സിലായില്ലേ? ചിലരൊക്കെ അല്ലെങ്കിൽ ഭൂരിഭാഗം ആളുകൾ അത് പുറത്ത് കാണിക്കത്തില്ല. കാരണം പുറത്ത് കാണിക്കാൻ പാടില്ലടേ, അങ്ങനെ ഞാൻ പറയത്തുള്ളൂ. അത് അത്രയും വലിയൊരു ഷോയാ. അവിടെ നിന്റെ കുശുമ്പും മറ്റേ സാധനവും കാണിക്കാൻ പാടില്ല. പുറത്തിറങ്ങിയിട്ട് നീ ഉള്ളി വെച്ചിട്ട് പുറത്തിറങ്ങിയിട്ട് നീ ഓക്കെ, ഇത് നിന്റെ അവിടെ തീർന്നു. അപ്പൊ പിന്നെ ഇനി പറയാനൊന്നുമില്ല മോക്ക്. അവളോടൊക്കെ ശൈത്യ അല്ല നമ്മുടെ അനുമോൾ ഇങ്ങനെ പുച്ഛം കൊടുത്ത് എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞങ്ങ് വിടുന്നതാണ്. കേട്ടല്ലോ, അനുമോളുടെ വായിന്ന പേരൊക്കെ വീഴുന്നുണ്ട്. ലൈവ് മൊത്തം കണ്ടവർക്ക് അറിയാം. പക്ഷെ അനുമോള് ഒന്നും മിണ്ടുന്നില്ല, വിട്ടുകളഞ്ഞു. അതാണ് വേണ്ടത്. അല്ലാതെ നമ്മൾ തിരിച്ചും കല്ലെറിയാൻ പോയി കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഇത് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. അതിന്റെ ആവശ്യമില്ല. ഇപ്പൊ തന്നെ നമുക്ക് ഈ കണ്ടന്റ് ഉണ്ടല്ലോ, ഇതിങ്ങനെ നമുക്ക് നല്ലതാ, ഇങ്ങനെ കണ്ടന്റുകൾ ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും. പക്ഷെ അവരുടെ പേഴ്സണൽ ലൈഫിനെ അത് ബാധിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പറയാതിരിക്കുന്നതാണ് നല്ലത്, വിട്ടുകളയുക. ബാക്കി കുറച്ചും കൂടെ വിചാരിക്കരുത്. പിന്നെ ഹായ് തരുമെന്ന് ചോദിക്കുന്നുണ്ട് സുന്ദരിന്ന്. പിന്നെ അനുമോൾ ഇഷ്ടം, ഹായ് അനുമോൾ ഒരു ഹായ് തരുമോ? അനുവിനെ കാണുന്നില്ല. അനീഷ് പേര് വായിച്ചു പറയട്ടോ, അതാ നല്ലത്. ഫാത്തിമിയ സ്പീക്ക് അബൌട്ട് എന്ന ഡോറ ഹായ് ഹായ്. പിന്നെന്താ ഷാനവാസ് ചേച്ചി, ഷാനവാസ് അനീഷ് ചേട്ടൻ കോമ്പോ. അപ്പം അത് കഴിഞ്ഞിട്ടും ഒത്തിരി പേര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയണ്ടേ, ഈ ചെളി വാരി എറിയുന്നുണ്ട്. എനിക്കതിനോട് പറയാനൊന്നുമില്ല.
പറയുന്നവർ പറഞ്ഞോട്ടെ. പിന്നെ ഈ പറയുന്ന പോലെ എന്നെ ഇഷ്ടപ്പെടുന്ന കുറച്ച് പേരെടുത്ത് ഞാൻ പറയുന്നതാണ്, കുറച്ചെങ്കിൽ കുറച്ച് പേര് പറയാണ്, എൻ്റെ പേരും പറഞ്ഞ് ദയവ് ചെയ്ത് ആരോടും വഴക്കുണ്ടാക്കാനോ അവിടെ പോയി എന്നെ കുറ്റം പറയും, എന്നെ മോശമായിട്ട് പറയുന്നവരടുത്തൊക്കെ പോയിട്ട് ബാഡ് കമൻറ്റ് ഇടാനൊന്നും പോകരുത്. ഞാനും അത് കാണാറുണ്ട്, ഈ മോശം കമൻറ്റുകൾ, വളരെ വളരെ മോശം കമൻറ്റുകൾ. ബിൻസിക്കെതിരെയാണെങ്കിലും ശൈത്യക്കെതിരെയാണെങ്കിലും അവർക്ക് രണ്ടുപേർക്കും എതിരെയാണ്. കാരണം രണ്ടുപേരുമാണ് പുറത്ത്. ശൈത്യാന്ന് ബിൻസി പ്രത്യേകിച്ച് അകത്തൊന്നും കാണിക്കാൻ പറ്റിയില്ല. ആകെ റീ എൻട്രിക്കാണ് എന്തൊക്കെയോ കാണിച്ചു കൂട്ടിയത്. പിന്നെ പുറത്തിറങ്ങിയിട്ട് അതങ്ങ് ബൂസ്റ്റ് ചെയ്തിട്ടിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുക. അതിൻ്റെ ഇടയ്ക്ക് കുത്താവുന്ന എല്ലാവർക്കും ഇട്ട് കുത്തുന്നുണ്ട്. ഇതാണ് ബിൻസിയുടെ ഒരു ക്യാരക്ടർ. ബിൻസി, നിങ്ങളിത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ക്യാരക്ടർ എന്താണെന്ന് ഈ പുറത്ത് മറ്റേ വെറും തറയാണ് ഞാനെന്ന് നിങ്ങൾ അങ്ങോട്ട് ജനങ്ങളുടെ മുമ്പിലേക്ക് ഇട്ട് കൊടുക്കുക. മനസ്സിലായില്ലേ? കുശുമ്പും മുന്നായ്മയൊക്കെ കാണുള്ളില്, പക്ഷെ അതൊക്കെ എടുത്ത് അങ്ങ് വാരി വിതറുക നിങ്ങൾ. ആ ഷോ കഴിഞ്ഞു, അത് അവിടെ വിടാനുള്ളതിന് പല ഇന്റർവ്യൂകളിലും ഞാൻ കണ്ടു, പല ആങ്കേഴ്സും എടുത്ത് വലിച്ചു കീറുക ചേച്ചിയെ. അല്ലേ? നിങ്ങളുടെ എന്താണ് അവിടെ കാണിച്ചത്? നിങ്ങളൊരു ഗെയിം ഷോയിൽ ചെന്നിട്ടൊരു മാങ്ങാണ്ടിയും കാണിച്ചില്ല. അവിടുന്ന് എവിക്റ്റായി തിരിച്ചൊരു സ്പേസ് കിട്ടിയപ്പോൾ അവിടെ കയറി മറ്റേ അങ്ങ് ഷോ കാണിക്കാൻ ഇറങ്ങി. എന്നാൽ പിന്നെ അത് ആദ്യമേ കാണിച്ചാൽ പോരായിരുന്നോ? മിണ്ടാതെ മൂലക്ക് ഇരുന്നേച്ച് ആദ്യമേ. എന്നിട്ട് പിന്നെ PR-നെയൊക്കെ അങ്ങ് കുറ്റം പറയുക. ചേച്ചി, PR ഇല്ലാത്ത ആൾക്കാരോടെ നെവിനൊക്കെ അവസാനം വരെ നിന്നല്ലോ, ഇല്ലേ? എൻ്റെ അറിവിൽ വലിയ PR ഒന്നും നെവിൻ ഉണ്ടായിരുന്നെന്ന് തോന്നുന്നില്ല. അയാളൊക്കെ അവസാനം വരെ നിന്നായിരുന്നല്ലോ. നിങ്ങൾക്ക് എന്താ നിൽക്കാൻ മേലായിരുന്നോ? എന്താ നിൽക്കാഞ്ഞത്? ഒരു മാങ്ങാണ്ടി അവിടെ കൊടുത്തില്ല. അതൊന്നും മനസ്സിലാക്ക്. എന്നിട്ട് കുറ്റവും പറഞ്ഞ് ഇറങ്ങാനാണ് എനിക്ക് പറയാനുള്ളത്. വേറെ കൂടുതലൊന്നും ചേച്ചിയോട് എനിക്ക് പറയാനില്ല. നമുക്ക് ബാക്കി കാണാം. പറയുന്നവർ പറഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിരിക്കുക. പിന്നെ ഇങ്ങനെ കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് എന്ത് കിട്ടുന്നു എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. പക്ഷേ ഞാനതൊന്നും മൈൻഡും ചെയ്യുന്നില്ല. ഞാൻ ഇപ്പോൾ ഹാപ്പിയാണ്. ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത്, ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഒത്തിരി പേര് എനിക്ക് മെസ്സേജ് അയച്ചും വിളിച്ചും പറഞ്ഞതാണ്, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവായിട്ട് വിചാരിക്കണ്ട, ഹാപ്പി ആയിട്ടിരിക്കുക, ഇഗ്നോർ ചെയ്ത് വിടുക, പിന്നെ മൈൻഡ് ആക്കരുത്, പിന്നെ വിഷമിക്കരുതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വിഷമമൊന്നുമില്ല കേട്ടോ. ഞാൻ കമൻറ്റൊന്നും വായിക്കാനും പോകുന്നില്ല. പിന്നെ എല്ലാവർക്കും പറയാം, ഞാൻ പറഞ്ഞില്ലേ, ഇന്ന് പോസിറ്റീവ് പറഞ്ഞ ആൾക്കാർക്ക് വേണമെങ്കിൽ നാളെ നെഗറ്റീവ് പറയാം. എല്ലാവരും ഈ നെഗറ്റീവ് പറഞ്ഞവർ തന്നെയാണ്, ഇപ്പം നെഗറ്റീവ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തന്നെയാണ് അനുമോൾ എന്നൊരു വ്യക്തിയെ ഇവിടം വരെ എത്തിച്ചത്. അത്രേ ഉള്ളൂ. അനുമോൾ ആ പറഞ്ഞതിനോട് ഞാൻ 100% യോജിക്കുന്നത്. ഇത് യോജിക്കാൻ പറ്റാത്ത ഒരുപാട് മറ്റേ തലയ്ക്ക് ഫാനിസം പിടിച്ച പ്രാന്തന്മാരുണ്ട്. അതായത് ഇന്ന് അനുമോളിനെ ശരി കണ്ട അനുമോളിനെ ശരി പറയണം, അല്ലാതെ അനുമോളെ കുറ്റം പറയാൻ പോകരുത്. നാളെ അനുമോളുടെ തെറ്റ് കണ്ടു കഴിഞ്ഞാൽ അനുമോളുടെ തെറ്റ് ചൂണ്ടിക്കാണിക്കണം. എന്നെ സംബന്ധിച്ച് അതാണ് ഒരു പ്രോപ്പർ റിവ്യൂ. അല്ലാതെ ഒരാളെ മാത്രം അയാൾ ഒരിക്കലും ഇപ്പം ഞാൻ ചെയ്യുന്ന എല്ലാം ശരിയാവണമെന്നില്ല, നിങ്ങൾ ചെയ്യുന്ന എല്ലാം ശരിയാവണമെന്നില്ല, അനുമോൾ ചെയ്യുന്ന എല്ലാം ശരിയാവണമെന്നില്ല. മനസ്സിലായില്ലേ? തെറ്റും ശരിയും കാണും, രണ്ടും ചൂണ്ടിക്കാണിക്കണം. അതാണ് ഒരു പ്രോപ്പർ റിവ്യൂ. എൻ്റെ ഒരു സൈഡിൽ നിന്നാണ് ഞാനത് പറയുന്നത്. അനുമോൾ പറയുന്നത് അനുമോളുടെ ഒരു ഗെയിമിനെ സംബന്ധിച്ചിട്ടാണ്. എല്ലാവർക്കും കാണും, അത് രണ്ടും പറയണം. അല്ലാതെ എപ്പോഴും പോസിറ്റീവ് പറയാൻ പറ്റത്തുള്ളൂ അങ്ങനൊന്നും ഇല്ല. അത് പ്രിയപ്പെട്ട ജനങ്ങൾ കാണുന്നവർ മനസ്സിലാവുക. ഞാൻ അനുമോള പറഞ്ഞതിനെ എൻ്റെ ഒരു ഇതിലേക്ക്, എൻ്റെ ഒരു ജോലിയായി കണക്ട് ചെയ്ത് ഞാൻ പറഞ്ഞതാണ്. കാരണം കുറേ ആൾക്കാരുണ്ട് ഫുൾ ടൈം അങ്ങ് സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്നവർ. നടക്കത്തില്ല. അതൊരു കള്ള റിവ്യൂ ആയി പോകും. അതിനെന്നെ കിട്ടത്തില്ല. ബാക്കി എല്ലായിടത്തും സ്നേഹം മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ പേരിൽ എനിക്ക് കപ്പ് കിട്ടാൻ പാടില്ലായിരുന്നു, അതിന് ഡിസേർവ് അല്ല എന്നൊക്കെ പറയുന്ന ഒത്തിരി പേരുണ്ട്. ഡിസേർവ് അല്ലെങ്കിലും ആണെങ്കിലും എന്താ ഇപ്പം പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് സന്തോഷം മാത്രമാണ്. നിങ്ങളെല്ലാവരും കൂടെയാണ് സപ്പോർട്ട് ചെയ്തത്, എനിക്ക് വോട്ട് ചെയ്ത് എന്നെ ഇവിടം വരെ എത്തിച്ചത്. അപ്പം അത് അവർക്ക് ആ പറയുന്ന പോലെ എന്താ പറയണ്ടേ, 100 ദിവസം വരെ ഇരുന്ന് കണ്ടിട്ടുള്ളവർക്ക് ഞാനിത് ഡിസർവിങ് ആണെന്ന് തോന്നിയതുകൊണ്ട് മാത്രമാണ് വോട്ട് ചെയ്തിട്ടുള്ളത്. അല്ലാതെ പറഞ്ഞ് ചെയ്യിപ്പിക്കാനോ ഒന്നും ആരും ശ്രമിച്ചിട്ടില്ല. വോട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒത്തിരി പേര്. എന്നെ സ്നേഹിക്കുന്ന വ്യക്തികൾ പറഞ്ഞു അനുമോൾക്ക് വോട്ട് ചെയ്യണമെന്ന്. ചുമ്മാ ആരും, നമ്മൾ ഈ ലോകത്തുള്ളവരും ആരും പൊട്ടന്മാരൊന്നും അല്ലല്ലോ. അവർക്ക് ഇഷ്ടമുള്ളവരെ അവർ വോട്ട് ചെയ്യുന്നു, എത്തിച്ചു. എനിക്ക് തോന്നുന്നു ഈ ഒരു 16 ലക്ഷം പേര് വോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലേ? അല്ലേ? അനുമോൾ ഡിസേർവിങ് അല്ല, അനുമോൾ ഡിസേർവിങ് ആണ് എന്നൊക്കെ പറഞ്ഞ് ഇപ്പോഴും പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട്. എന്തിനാന്ന് എനിക്കും ഇപ്പോഴും മനസ്സിലാവുന്നില്ല. ഷോ കഴിഞ്ഞു, അനുമോള് കപ്പും കൊണ്ടുപോയി. ഇനി നമ്മളിവിടെ ഇരുന്നിട്ട് ഡിസേർവിങ് ആണോ ഡിസേർവിങ് അല്ലയോ എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവും. എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ അവിടെ അതിനകത്ത് നല്ല രീതിയിൽ കണ്ടന്റ് കൊടുത്തേ. അപ്പോൾ പിന്നെ കൊണ്ടുപോട്ടെ കപ്പ്. അതിനകത്ത് ഇപ്പം നമ്മൾ സങ്കടപ്പെട്ടിട്ടൊന്നും കാര്യമില്ല. എനിക്കൊരു സങ്കടമൊക്കെ ഉണ്ടായിരുന്നു ആദ്യം, ഇല്ലയെന്ന് പറയുന്നില്ല. പക്ഷെ അത് കഴിഞ്ഞു, ഇത്രയും ദിവസമായില്ലേ, കപ്പ് കൊണ്ടുപോയി. ഇനി പിന്നെ അതിനെപ്പറ്റി പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. വോട്ടും അത്യാവശ്യം അതിനുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഞാനിതാ പറയുന്നത്, കണ്ടന്റ് കൊടുത്തില്ല. എന്തോരം ചെന്ന ആദ്യ ദിവസം തൊട്ട് അവസാന ദിവസം വരെ, അവസാനത്തെ ആഴ്ച വരെ ആ കോച്ചിനെ വെച്ച് കുറെ എണ്ണങ്ങൾ കണ്ടന്റ് ഉണ്ടാക്കി ഇല്ലേ? അവളുടെ പേരിൽ വന്ന കണ്ടന്റ്, ബാക്കിയുള്ളവർ കുത്തി ഉണ്ടാക്കിയതാണെങ്കിലും അവളുടെ പേരിൽ പുറത്തേക്ക് വന്ന കണ്ടന്റുകളാണ്. അത് ചെറിയ കാര്യമൊന്നുമല്ല. ബിഗ് ബോസ് എന്ന ഷോയെ സംബന്ധിച്ച് കണ്ടന്റാണ് മുഖ്യം. അത് നല്ല രീതിയിൽ കൊടുത്തു.
മനസ്സിലായോ? അപ്പൊ പിന്നെ കൂടുതൽ ഇനി പറയേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. ബാക്കി കുറച്ചും കൂടെ അനുമോള് പറയുന്നു കേട്ടു. ലക്ഷം പേര് ഉണ്ടെങ്കിലും ആ വോട്ട് ചെയ്തവർ വെറുതെ വോട്ട് ചെയ്തവരല്ല, അവർ എന്നെ ഇഷ്ടപ്പെട്ട് വോട്ട് ചെയ്തവരാണ്. അപ്പം എനിക്കതിൽ ഒരുപാട് സന്തോഷം. പിന്നെ ഇഷ്ടപ്പെടാത്ത ആൾക്കാരുടെ അടുത്ത് എനിക്കൊന്നും പറയാനില്ല. എന്താ, എനിക്ക് നിങ്ങളുടെ അടുത്ത് സ്നേഹം മാത്രമാണ്. അത്രേ എനിക്ക് പറയാനുള്ളൂ, വേറെ ഒന്നും പറയാനില്ല. പിന്നെ ഈ പറയുന്ന പോലെ അവിടെ ഇവിടെയൊക്കെ പോയിട്ട് എന്നെ കുറ്റം പറയുന്നത്, എന്നെ മോശപ്പെടുത്തി പറയുന്നിടത്തൊക്കെ പോയി ചീത്ത പറയാനോ ബാഡ് കമൻറ്റിലാണെന്ന് നിൽക്കണ്ട. പറയുന്നവർ പറഞ്ഞോട്ടെ. എല്ലാ മനുഷ്യരും എന്താ പെർഫെക്റ്റ് ആയിട്ടുള്ള ആൾക്കാരല്ല, എല്ലാം തികഞ്ഞവരല്ല, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് എനിക്ക് അതിൽ കൂടുതലൊന്നും പറയാനില്ല. പറഞ്ഞോട്ടെ. ഞാൻ ഹാപ്പിയാണ്. അവിടെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം പ്രോഗ്രാമും ഇനാഗുറേഷനും മീറ്റപ്പൊക്കെ ആയിട്ട് ഞാൻ ഇങ്ങനെ പോവുകയാണ്. ഭയങ്കര ഹാപ്പി ആയിട്ടും. മുമ്പ് ഞാൻ എത്രത്തോളം ഹാപ്പിയാണ് അതിനേക്കാളും ഇരട്ടിക്ക് ഹാപ്പി ആയിട്ടാണ് ഞാൻ ഇപ്പം ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അനുമോളുടെ ഈ ഒരു ലൈവ് നടക്കുന്ന സമയത്ത് പോലും അതിനകത്ത് നെഗറ്റീവ് കമന്റ്സ് ഒക്കെ വരുന്നുണ്ടേ. അതിങ്ങനെ വന്നുകൊണ്ടിരിക്കും. മനസ്സിലായില്ലേ? പിന്നെ ചില അനുമോളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഇപ്പം RJ ബിൻസി ആണെങ്കിലും ശൈത്യ ആണെങ്കിലും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവരല്ല നിങ്ങളെ വന്ന് തെറി പറയുന്നത്, അല്ലെങ്കിൽ ഇവരുടെ PR ചെയ്തവരും ആയിരിക്കത്തില്ല. PR ഒക്കെ കഴിഞ്ഞു പോയി. ഇനിയും നിങ്ങളെ മോശമായിട്ട് കമന്റ് ഇടുന്നത് അത് ഷോ കണ്ടവർ, നിങ്ങളെ ഇഷ്ടമല്ലാത്തവർ, അവരായിരിക്കും വന്ന് കമന്റ് ഇടുന്നത്. അതൊന്നും മനസ്സിലാക്കാനുള്ളൊരു സ്വബോധം നിങ്ങൾ ഉണ്ടാക്കണം. മനസ്സിലായില്ലേ? അത് സ്വഭാവത്തോടെ തന്നെ നിങ്ങളുടെ തലയിലോട്ട് നിങ്ങൾ എടുക്കണം. അല്ലാതെ അപ്പോഴും ഇരുന്നുകൊണ്ട് PR-കാരാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞുകൊണ്ടിട്ട് കാര്യമൊന്നുമില്ല. നിങ്ങളുടെ കളി കണ്ട ഒരുപാട് സാധാരണക്കാരും ഉണ്ട്, അതും കൂടെ മനസ്സിലാക്കണം. അവർക്ക് നിങ്ങളുടെ കളി കണ്ടിട്ട് പിടിക്കാതെ വരുമ്പോഴത്തേക്ക് നിങ്ങളുടെ പിന്നെയുള്ള ചോദിച്ചിട്ട് കാണുമ്പോൾ തെറി പറയും. അതിനകത്ത് ഇപ്പോൾ പ്രത്യേകിച്ച് നമുക്കിപ്പോൾ ഒന്നും ചെയ്യാനില്ല. പിന്നെ ശൈത്യയുടെ ജസ്റ്റ് ഞാനിവിടെ ഒരു വീഡിയോ കാണിച്ചു തരാം. പ്രത്യേകിച്ചൊന്നുമില്ല. ശൈത്യ ഇറങ്ങിയതിന് ശേഷം ഇപ്പോഴാണ് ബിഗ് ബോസ് സീസൺ 7 ജേണി എന്നൊക്കെ പറഞ്ഞത് ഒരു വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. ശൈത്യയുടെ കേസിൽ എനിക്കൊരു കാര്യം, അല്ലെങ്കിൽ ഞാനൊരു കാര്യം ശ്രദ്ധിച്ചത്, എവിടെ പോയാലും മറ്റേ വിക്രമാദിത്യന്റെ തോളെ വേതാളോ എന്ന് പറഞ്ഞ കണക്ക് കൂടെ വേറൊരു ഐറ്റത്തിനെ കാണുന്നുണ്ട്. ആരാന്നൊന്നും ഞാൻ പറയുന്നില്ല. ഒരു സ്റ്റേജ് ഷോ നേരത്തെ ഇതിന് മുമ്പ് ഒരു ഷോ ഒക്കെ ഉണ്ടായിരുന്നു. അവിടെ തല കറങ്ങി വീഴാൻ ആ ചേച്ചി, ഇവിടെ ശൈത്യക്ക് നാട്ടുകാരുടെ തെറി കേട്ടാൽ സങ്കടം പറയാൻ ആ ചേച്ചി. എന്തിന് സ്വന്തമായിട്ടപ്പോൾ ഒന്നും ചെയ്യാനുള്ള ഒരു സാധനം ശൈത്യ എന്ന് പറയുന്ന കുട്ടിക്കില്ല? എനിക്ക് അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക. എല്ലാത്തിനും ഒരാളുടെ സഹായം വേണോ? അല്ല, അങ്ങനെ ഒരാളൊന്നും എന്തായാലും കപ്പ് കൊണ്ടുവരുന്നത് നന്നായെന്ന് തന്നെ ഞാൻ പറയത്തുള്ളൂ. പിന്നെ കപ്പൊന്നും കിട്ടാനായിട്ടുള്ള ഒരു തേങ്ങയും അവിടെ കാണിച്ചിട്ടുമില്ല. മനസ്സിലായില്ലേ? ആകെ ശൈത്യ എന്ന് പറയുന്ന വ്യക്തി ബിഗ് ബോസ് കൊണ്ട് എന്തെങ്കിലും നേടിയെങ്കിൽ അനുമോളുടെ ഓപ്പോസിറ്റ് നിന്ന് കളിച്ച് നാട്ടുകാരുടെ നിന്ന് തെറിയും മേടിച്ച് പുറത്തിറങ്ങി പിന്നെയും ഫിനാലേക്ക് പോയി മോന്ത വീർപ്പിച്ചുകൊണ്ടിരുന്ന് പിന്നെയും നാട്ടുകാരുടെ തെറി കേട്ട് അങ്ങനെ ഒരു തെറിയേക്കൽ കുട്ടിയായിട്ട് എന്താണെങ്കിലും ബിഗ് ബോസ് സീസൺ 7 വഴി കുട്ടി അറിയപ്പെടും. അതല്ലാതെ പ്രത്യേകിച്ച് വേറൊന്നും ശൈത്യ എന്ന് പറയുന്ന ആൾ ഈ സീസൺ കൊണ്ട് ഉണ്ടാക്കിയെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ മനസ്സിലാക്കി കൊടുത്തു ജനങ്ങൾക്ക്, ഇതാണ് എൻ്റെ സ്വഭാവം എന്നുള്ളൊരു സാധനം. അതിനകത്ത് കണ്ട രണ്ടുപേരും ഒന്നിച്ചിരിക്കുന്നു, പറ്റിയ രണ്ടാൾക്കാരാണ്, സൂപ്പറാണ്, രണ്ടും ചേരും ഒന്നിനൊന്ന്. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ, കൂടുതൽ നമുക്ക് അതിനകത്തൊന്നും കാണിക്കാനില്ല. പിന്നെ ആദില നൂറ വിഷയം ഞാനിവിടെ ഒരു പോസ്റ്റർ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കാണിച്ചു തരാം. പ്രത്യേകിച്ച് അതിനകത്ത് ഒന്നും ഇല്ല. അവർ പറയുന്നതാണ്, അവർ പറയുന്നത് ലൈക്ക് അവർ ഫൈസൽ മലബാർ എന്ന് പറയുന്ന വ്യക്തിയുടെ വീട്ടിലോട്ട് ഇടിച്ചു കയറി ചെന്നൊന്നും അല്ല. അവരെ ഇൻവൈറ്റ് ചെയ്ത സ്ഥലത്ത് അവർ ചെന്നു, വളരെ നല്ല രീതിയിൽ അവിടെ വെച്ച് അവരോട് പെരുമാറി. അതിനുശേഷം പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളിയുടെ നനിക്കുണം കാണിച്ചു. അത്രേ ഉള്ളൂ. അതേ എനിക്കും പറയാനുള്ളൂ. അത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്. ഞാൻ ജസ്റ്റ് ഇങ്ങനെ അവരുടെ ആ ഒരു റൈറ്റപ്പ്, അവർ അതിനെപ്പറ്റി എങ്ങും സംസാരിച്ചിട്ടില്ല. അവർ ലൈവ് ഒന്നൊന്നും പറഞ്ഞിട്ടില്ല. അവരുടെ വീഡിയോ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ വന്നു, നേരത്തെ എടുത്ത വീഡിയോ ആണ് അവർ എഡിറ്റ് ചെയ്തിട്ടേക്കുന്നത്. ഇതിനെപ്പറ്റി അവരൊന്നും മിണ്ടിയിട്ടില്ല. ചിലപ്പോൾ പറയത്തില്ലായിരിക്കും ഈ ഒരു പോസ്റ്റിനകത്ത്. ഇത് നമ്മുടെ ന്യൂസ് ചാനൽസിൻ്റെയൊക്കെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ പോസ്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആലോചിച്ചു എന്താണ് ഇവർ എവിടെയാണ് പറഞ്ഞതെന്ന്. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ പോയി നോക്കിയപ്പോഴാണ് ഇവർ ഇൻസ്റ്റാഗ്രാമിലാണ് ഇങ്ങനെ ഒരു പോസ്റ്റ് എഴുതിയിട്ടേക്കുന്നത്. ഇതാണ് കാര്യം, വേറെ പ്രത്യേകിച്ച് അതിനകത്തൊന്നുമില്ല. അത് പുള്ളിയുടെ ഭാഗത്തുനിന്ന് പറ്റിയെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളി ഇവരുടെ കൂടെ നിൽക്കുന്ന ഫോട്ടോ ഒക്കെ പുറത്തു വന്നപ്പോഴത്തേക്ക് ഒരുപാട് ആൾക്കാർ കമന്റ് ബോക്സിൽ വന്ന് പുള്ളിയെ നല്ല രീതിയിൽ, ഇവരെ ഇഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ ഈ ഒരു കമ്മ്യൂണിറ്റിയെ സപ്പോർട്ട് ചെയ്യാത്ത ആൾക്കാർ എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല, പോയി പുള്ളിയുടെ അടിയിൽ തെറി പറഞ്ഞു. പുള്ളിക്ക് അപ്പോൾ അത് ക്ലിയർ ചെയ്തേ പറ്റുള്ളൂ. പുള്ളി വന്നിട്ട് ക്ലിയർ ചെയ്തു, അത്രേ ഉള്ളൂ. അതായത് ഞാൻ വിളിച്ചിട്ടല്ല, ഞാൻ അറിഞ്ഞിട്ടില്ല, അത് പറഞ്ഞതിനകത്താണ് എനിക്ക് സത്യം പറഞ്ഞാൽ ദേഷ്യമുള്ളത്. ഓക്കെ, അത് നമുക്കൊരിക്കലും യോജിക്കാൻ പറ്റത്തില്ല. പുള്ളിയെ പോലെ ആൾക്കാരെ അറിഞ്ഞു വിളിക്കണോടോ, അല്ലാതെ ഷോ കാണിക്കാൻ വേണ്ടി റോട്ടിൽ കൂടെ പോകുന്ന എല്ലാവരും വിളിച്ച് വീട്ടിൽ കയറ്റിയിട്ട് പിന്നെ അത് ശരിയായിട്ടുള്ളൊരു നയമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അത് തൻ്റെ ഭാഗത്ത് തന്നെയാണ്, ഈ ഫൈസൽ മലബാർ എന്ന് പറയുന്ന വ്യക്തിയുടെ ഭാഗത്ത് തന്നെയാണ് തെറ്റ്. മനസ്സിലായല്ലേ? ഇതിൽ ആദിലാനൂറുടെ ഭാഗത്ത് തെറ്റൊന്നുമില്ല, നമുക്ക് അവരെ കുറ്റം പറയാനും പറ്റത്തില്ല ഈ ഒരു വിഷയത്തിൽ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ, കൂടുതലൊന്നും പറയാനില്ല. ബിഗ് ബോസ് റിലേറ്റ് ചെയ്തിട്ടുള്ള കോണ്ടന്റുകൾ ഇവിടെ തീരട്ടെ എന്നാണ് പ്രാർത്ഥന. പറയാൻ പറ്റത്തില്ല, മിക്കവാറും വീണ്ടും വരാൻ സാധ്യതയുണ്ട്. എന്തെങ്കിലും വന്നാൽ ചെയ്യാം, ഇല്ലെങ്കിൽ
സോഷ്യൽ റിലവൻ്റ് ആയിട്ടുള്ള കോണ്ടന്റുകളിലേക്ക് പോവാം. പറ്റുമെങ്കിൽ അതും കൂടെയൊക്കെ കാണണ്ടേ. അതിനൊന്നും വ്യൂസ് ഇല്ല, എനിക്കതാ മനസ്സിലാവാത്ത. ബിഗ് ബോസ് കഴിഞ്ഞില്ല, ഇനിയും പഴയ ഫോമിലേക്ക് വാ. ഒരുപാട് വാർത്തകളിലൂടെ നടക്കുന്ന പ്രിയപ്പെട്ടവരെ. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.